രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടൂർ. ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കടുവയിറങ്ങി. മരണഭയത്തിൽ തൊഴിലാളികൾ. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും കടുവ എത്തിയത്. കടുവ വലിയൊരു പന്നിയെ കൊന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. ഭക്ഷണം ഒരു മാസത്തിലെ ഭക്ഷണം ഇതുപോലെ ആക്കുന്നതാണ്. നമ്മളെ മാതിരി 4 മണിക്കൂർ എസ്റ്റേറ്റിന്റെ 2013 പ്ലാന്റേഷൻ മുറ്റത്തിനടുത്ത് വെച്ചാണ് പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടുവയാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ മേഖലയിൽ കടുവയും കുട്ടികളും ഇറങ്ങിയിരുന്നു. കാട്ടുമൃഗങ്ങളെ കൊന്ന് ഭക്ഷിച്ച ഒട്ടേറെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിരാവിലെ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ്. യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും തൊഴിലാളികൾക്കില്ല. പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ 2006 റീപ്ലാന്റിംഗ് ഭാഗത്താണ് കഴിഞ്ഞ വർഷം കടുവയെയും കുട്ടികളെയും കണ്ടത്. കുറുക്കൻ, നായ, ആട് തുടങ്ങിയ ജീവികളെ വ്യാപകമായി ഈ മേഖലയിൽ വേട്ടയാടപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം കേരള എസ്റ്റേറ്റ് പാന്തറ ഭാഗത്തും കടുവയെയും കുട്ടികളെയും നാട്ടുകാർ കണ്ടിരുന്നു. പാന്തറയിൽ നിന്ന് 2 ആടുകളെയും പന്നികളെയും പിടിച്ചു കൊണ്ടുപോയിരുന്നു. ഇന്നലെ കടുവയെ കണ്ട ഭാഗത്ത് വ്യാപകമായ കാൽപ്പാടുകളും കാണുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇത് 2013 പുല്ലങ്കോട് എസ്റ്റേറ്റ് 2013 ഭാഗമാണ്. ഫോറസ്റ്റിന് ചാരി തന്നെയാണ് ഇത്. ഇപ്പോഴാണ് കൂടുതലായിട്ട് ഈ കടുവന്റെ ശല്യം കൂടുതലായിട്ടുണ്ടായത്. ഞങ്ങൾ ഈ 5:30ക്കും 5:15 വരുന്നതായതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വിശ്വസിച്ച് വരാൻ പറ്റില്ല. ഓരോരുത്തരും 2 ആൾ ഒന്നിച്ചേ വരാൻ പറ്റുള്ളൂ. 2-3 ആൾക്കാരായിട്ട്. ഒറ്റയ്ക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ വരാൻ തോന്നിയാൽ നടക്കൂല. അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് വേണ്ടി ഞങ്ങൾക്ക് ഇതിന്റെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജോലിയെടുക്കാനൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തോട്ടമേഖലയിലെ വന്യജീവി സാന്നിധ്യം മലയോര കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. റബ്ബർ വില തകർച്ചയ്ക്കൊപ്പം കടുവ ഭീതിയിൽ ടാപ്പിംഗ് മുടങ്ങുക കൂടി ചെയ്യുന്നത് കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. രാവിലെ 10 മണിക്ക് പോലും കടുവയെ കണ്ടതായി തൊഴിലാളികൾ പറഞ്ഞു. കണ്ടത് വെച്ചാൽ ഇന്ന് രാവിലെയാണ് കണ്ടിട്ടുള്ളത്. ഏകദേശം ഇവിടെ ഒരു എണ്ണുന്ന ഒരാളാണ് ഇവിടെ ആദ്യം ഫസ്റ്റിൽ കണ്ടത്. പിന്നെയാണ് കാട്ടു വാച്ചറും പിന്നെ സൂപ്പർവൈസറും റൈറ്റർമാരും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടു. നേരിട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ ഇതിന്റെ മുന്നേ ഇതിന്റെ മുമ്പ് അതിന്റെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഒരു 3-4 പ്രാവശ്യങ്ങൾ ശബ്ദം കേട്ടിരുന്നു. ഒരു മുള്ളനെ അതിന്റെ മുന്നേ പിടിച്ചിട്ടുണ്ട്. അതുമായി തന്നെ ഇവിടെ വന്ന് രാവിലെ അത് 4 ലെവൽ താഴത്താണ് ഇപ്പോൾ നമ്മുടെ ഇത് ഉള്ളത്. അത്യാവശ്യം പിന്നെ ഒരു 1.5 കിൻഡലിലെ സാധനങ്ങളാണ് ഇതുള്ളത്. നല്ല കുഴപ്പമില്ലാത്തൊരു കടുവന്നെ ആയിരിക്കും എന്നാണ് ഫോറസ്റ്റുകാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. അവർ വലിയ കാൽപ്പാടും എല്ലാ കാര്യങ്ങളും അവർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. അധികൃതർ വിഷയത്തെ ഗൗരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ.